പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രതിസന്ധികൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ചാലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ചാലഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണലായി അതിനെ നേരിടാൻ ശ്രമിക്കാതെ ആ ചാലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രോബ്ലം. സോ ഇഫ് യു ആർ ഏബിൾ ടു റൈറ്റ് ഡൗൺ ദ പ്രോബ്ലം ഇൻ എ വെരി ക്ലിയർ വേ, ഹാഫ് ഓഫ് ഇറ്റ് ഈസ് സോൾവ്ഡ് എന്നാണ് പറയാറുള്ളത്. അതായത് നമുക്ക് നമ്മളെ പ്രശ്നം ശരിയായ രീതിയിൽ ഒരു പേപ്പറിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. അത് എഴുതിയെടുക്കുന്നതോടുകൂടി തന്നെ പ്രശ്നത്തിൻ്റെ അനാലിസിസ് നമ്മുടെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അത് എങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഇത് ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം എങ്ങനെ എൻ്റെ ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റും, എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എനിക്ക് ഇതിൻ്റെ സൊല്യൂഷനിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. വിവിധ മെത്തേഡുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ആ പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരുടെയോ സഹായം തേടുക. എന്നിട്ട് സൊല്യൂഷൻസ് ലിസ്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാവുന്നതുമായ സൊല്യൂഷൻ സ്വീകരിച്ച് ആ സൊല്യൂഷനുമായി മുന്നോട്ട് പോവുക. ഈ രണ്ട് മെത്തേഡ്സ്, അതായത് ഒന്ന്, ലിസ്റ്റ് യുവർ പ്രോബ്ലം, ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രോബ്ലം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, ദെൻ get help from, if required, from other sources so that you have a method, one or two methods of solutions. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിച്ച് ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഇഫക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു, അത് നേരിടാൻ വേണ്ടി നമ്മളൊരു മെത്തേഡ് ഉണ്ടാക്കി ആ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇൻ ബിറ്റ്വീൻ അത് കംപ്ലീഷൻ എത്തുന്നതിന് മുമ്പ് ഇൻ്റർമീഡിയറി ഇവാലുവേഷൻ നടത്തിയിട്ട് ആ പരിഹാരത്തിന്, നമ്മൾ കണ്ടെത്തിയ പരിഹാരത്തിന് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ട് ആ ചാലഞ്ച് നേരിടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷന് എങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കി ആ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മൾ ആ പ്രശ്നം നമുക്ക് നേരിടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിനോട് പറയേണ്ടത്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, ആ പ്രശ്നങ്ങൾ നേരിട്ട് അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ലെവലിലേക്ക് ലൈഫിനെ കൊണ്ടുപോവുകയാണ് സാധാരണഗതിയിൽ ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. എപ്പോഴും വിജയിച്ച ആൾക്കാരൊക്കെ തന്നെ അഗ്നിപരീക്ഷകൾ നേരിട്ടാണ് വിജയിച്ചിട്ടുള്ളതെന്ന് മറക്കാതിരിക്കുക. ഒരിക്കലും മനസ്സ് കീഴടങ്ങാതെ വിട്ടുകൊടുക്കാതെ തോറ്റുകൊടുക്കാതെ ഈ പ്രശ്നവും ഞാൻ പരിഹരിക്കും, ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ പ്രശ്നം എനിക്ക് കുറച്ചുകൂടി എഡ്യൂക്കേറ്റീവായിരിക്കും, ഇതിൽ ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഈ കാര്യം മറക്കാതെ മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, പരിഹാരവും ഉണ്ടാകും. പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം.